ചടങ്ങും നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചരിത്രം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യം അദ്ദേഹം ചെയ്യാൻ പോകുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർ അദ്ദേഹത്തിനെ സ്വീകരിക്കും. അതിനുശേഷം നേരെ BJPയുടെ പതാക, പാർട്ടി പതാക കൊടിമരത്തിൽ ഉയർത്തും. കൊടിമരത്തിൽ ഉയർത്തിയതിന് ശേഷം അദ്ദേഹം അവിടെ ഒരു ചെമ്പകത്തൈ നടുന്നുണ്ട്. എക്കാലത്തും ഓർക്കാൻ, വരുന്ന തലമുറയ്ക്കും ഒക്കെ മനസ്സിലാക്കാനും ഓർക്കാനും ഒക്കെയായി ഇവിടെ ഒരു കൊടിമരത്തിന് സമീപത്തായി ഒരു ചെമ്പകത്തൈ നടും. അതിനുശേഷം അദ്ദേഹം ഈ ഒരു കെട്ടിടത്തിൻ്റെ ഫൗണ്ടിങ് സ്റ്റോൺ, ശിലാഫലകം അദ്ദേഹം മാറ്റും. അതിനുശേഷമാണ് അദ്ദേഹം നാടമുറിച്ച് കെട്ടിടത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് BJPയുടെ മുതിർന്ന നേതാക്കന്മാർ, ഒരുപക്ഷെ BJPയുടെ സംസ്ഥാന കാര്യാലയം അതിന്ന് തലയുയർത്തി തലസ്ഥാനത്ത് അനന്തപുരിയിൽ നിൽക്കുമ്പോൾ അതിന് കാരണക്കാരായവർ, അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചവർ, അവരെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രായത്തിലും അദ്ദേഹം വിവിധ നേതാക്കന്മാരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, മുൻ കേന്ദ്രമന്ത്രി, ഒപ്പം തന്നെ നേമത്തെ മുൻ MLA രാജഗോപാൽജി നമുക്കൊപ്പം ചേരുകയാണ്. രാജഗോപാൽജി, ഇനിയൊരു കുറച്ച് സമയമേ ഉള്ളൂ സംസ്ഥാന കാര്യാലയം ഓപ്പൺ ചെയ്യാൻ, അമിത്ഷാ ഉദ്ഘാടനം ചെയ്യാൻ. എന്ത് തോന്നുന്നു ഈ സമയത്ത്? വലിയ നിലയ്ക്കുള്ള ഒരു പാർട്ടിക്ക് ഇത്ര വലിയൊരു ഓഫീസ് ഇവിടെ മരാർജിയുടെ പേരിലുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അത് ഇപ്പോൾ AKG ഭവൻ ഉണ്ടല്ലോ, അതേമാതിരി മാരാർജി ഭവനാണ് ഇപ്പോൾ. സന്തോഷമല്ലേ? ഇപ്പോൾ മുതിർന്ന നേതാക്കന്മാരൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ നമുക്കൊപ്പം ഇവിടെ ഉണ്ട്. സിജി, എന്ത് പറയുന്നു ഈ ഒരു സമയം? ഒരുപാട് പേരുടെ സന്തോഷം അദ്ദേഹം ഒറ്റ വാക്കിൽ അദ്ദേഹത്തിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വരവിനായിട്ടാണ്. ഇനിയിപ്പോൾ എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹം ഇവിടേക്ക് എത്തും. എത്തിയതിനു ശേഷം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, സംസ്ഥാന ഭാരവാഹികളടക്കം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ഇങ്ങോട്ടേക്ക് സ്വീകരിക്കും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അനന്തപുരിയുടെ മണ്ണ്